എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വീഡിയോ ഓൾറെഡി കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ 2 സെക്ഷൻസാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക്, അതിൽ വരുന്ന ഡിവൈസസ്, ഹബ്ബ്, സ്വിച്ച്, ഇതുപോലുള്ള ഡിവൈസസും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഗ്രൂപ്പും പിന്നെ അതിൻ്റെ ഹാർഡ്വെയർ ഡിവൈസസും അടങ്ങുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, CD ഡ്രൈവ്സ് എക്സെട്ര കണക്റ്റഡ് ടു ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. അതായത് ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ കണക്റ്റഡ് ആയിരിക്കും. ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, എക്സ്ചേഞ്ച് കമാൻഡ്സ്, ഷെയർ ഡാറ്റ, ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ്. അതായത് ഈ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതായത് അവിടെ കമാൻഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടാവും, ഡാറ്റ ഷെയർ ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ ഡാറ്റയും അതുപോലെ തന്നെ ഹാർഡ്വെയറും മറ്റ് റിസോഴ്സസൊക്കെ ഷെയർ ചെയ്യാൻ ആണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. Computers on a network may be linked through cables, telephone lines, radio waves, satellites or infrared light beams. അപ്പോൾ ഈ കണക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്നില്ലെങ്കിൽ കേബിൾസ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ടെലിഫോൺ ലൈൻസ് വഴിയായിരിക്കും, ഇല്ലെങ്കിൽ റേഡിയോ വേവ്സ്, സാറ്റലൈറ്റ്സ്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് ബീംസ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു നെറ്റ്വർക്കിൻ്റെ നീഡ് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇൻ്റർനെറ്റ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു ഗുഡ് എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇമെയിൽ ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഓൺലൈൻ ന്യൂസ് പേപ്പർ, ബ്ലോഗ്സ്, ചാറ്റ്, മറ്റ് സർവീസസ്, ഇതൊന്നും ഇല്ലാത്തൊരു ലോകം നമുക്കിപ്പോൾ പറ്റില്ല. അപ്പാർട്ട് ഫ്രം ദീസ് ദർ ആർ മെനി അതർ അഡ്വാൻറ്റേജസ് ഇൻ യൂസിങ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം? റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. റിസോഴ്സ് ഷെയറിംഗ്, അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ റിസോഴ്സസും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവൈലബിൾ ആക്കുന്നത്, ഷെയറിംഗ് ഓഫ് അവൈലബിൾ എന്ന് പറയുന്ന റിസോഴ്സ് ഷെയറിംഗ്. അതായത് ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് ദ കണ്ടൻസ് ഓഫ് DVD placed in a DVD drive of one computer can be read in another computer. അതായത് ഒരു കമ്പ്യൂട്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് DVD പ്ലേസ്ഡ് ഇൻ എ DVD ഡ്രൈവ് ഓഫ് വൺ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ DVD ഡ്രൈവിൽ വെച്ചിരിക്കുന്ന DVDയിലുള്ള കണ്ടൻസ് മറ്റൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ other hardware resources like hard disk, printer, scanner, etc. and software resources like application software, antivirus tool, etc. can also be shared through computer networks. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുക? ഹാർഡ്വെയർ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ പറ്റും, ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, സ്കാനർ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാം, ആൻറ്റിവൈറസ് ടൂൾസ് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രൈസ് പെർഫോമൻസ്, അതായത് വൺ ക്യാൻ ഈസിലി ഷെയർ ദ റിസോഴ്സസ് അവൈലബിൾ ഇൻ വൺ കമ്പ്യൂട്ടർ വിത്ത് അതർ കമ്പ്യൂട്ടർ. ദ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ഫോർ ഈച്ച് കമ്പ്യൂട്ടർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പർച്ചേസിംഗ് നെറ്റ്വർക്ക് വേർഷൻ ഓഫ് സച്ച് സോഫ്റ്റ്വെയർ. അതായത് ഇവിടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഓരോ കമ്പ്യൂട്ടറിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ നെറ്റ്വർക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഇതിലും എന്ത് ചെയ്യാൻ പറ്റും? സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും. അതായത് നെറ്റ്വർക്ക് വേർഷൻ ഓഫ് സച്ച് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദിസ് വിൽ ലീസ്റ്റ് അഫക്റ്റ് ദ പെർഫോമൻസ് ഓഫ് സച്ച് റിസോഴ്സസ് ആൻഡ് ലെഡ് ടു കൺസിഡറബിൾ സേവിങ്സ് ഇൻ കോസ്റ്റ്. കമ്മ്യൂണിക്കേഷൻ, computer network helps users to communicate with any other user on the network through its services like email, chatting, video conferencing, etc. അതായത് ഇമെയിൽ വഴിയോ ചാറ്റിംഗ് വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും.
For example, one can send or receive messages within no time irrespective of the distance. ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ടൈം വേസ്റ്റ് ഇല്ലാതെ മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ പറ്റും. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. റിലയബിലിറ്റി. ഇറ്റ് ഈസ് പോസിബിൾ ടു റിപ്ലിക്കേറ്റ് ഓർ ബാക്കപ്പ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അതായത് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ ഓരോന്നിലും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ആ ഡാറ്റ സുരക്ഷിതമാണ് അല്ലെങ്കിൽ റിലയബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ C++ files, photos or songs saved in one computer can also be saved in other computers in the same network. This can be retrieved from other computers in which they are saved in the case of disasters, malfunctioning of computers, accidental deletion of files, etc. അതായത് ഇപ്പോൾ നമ്മൾ ഫയൽ സൂക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ, ആ നെറ്റ്വർക്കിലുള്ള വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റും. അടുത്തത് സ്കെയിലബിലിറ്റി ആണ്. കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഈസിലി ബൈ ആഡിങ് ഓർ റിമൂവിങ് കമ്പ്യൂട്ടേഴ്സ് ടു ദ നെറ്റ്വർക്ക്. അതായത് ഇവിടെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിലേക്ക് കൂടുതൽ കമ്പ്യൂട്ടേഴ്സിന് ഈസി ആയിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് കുറയ്ക്കാം. അങ്ങനെ നമുക്ക് സ്കെയിലബിലിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇൻ അഡീഷൻ ടു ദിസ്, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് നെറ്റ്വർക്ക്സ് ക്യാൻ ഓൾസോ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്ലൂഡിങ് മോർ സ്റ്റോറേജ് ഡിവൈസസ് ടു ദ നെറ്റ്വർക്ക്. അതായത് ആ ഒരു നെറ്റ്വർക്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസ് കൂടുതൽ ഇവിടേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സം കീ ടേംസ്, അതായത് സം ഓഫ് ദ കീ ടേംസ് റിലേറ്റഡ് ടു ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീ ടേംസ് ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ amount of data can be sent over a specific connection in a given amount of time. അതായത് ഒരു തന്നിരിക്കുന്ന ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പെസിഫിക് കണക്ഷനിൽ ഒരു എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നുണ്ട്, സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ബാൻഡ് വിഡ്ത്ത്. ദ ബിഗ്ഗർ ദ റോഡ് ദ മോർ വിൽ ബി ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് ക്യാൻ ട്രാവൽഡ് ഓൺ. അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റോഡാണ്. റോഡ് വലുതാണെങ്കിൽ അവിടെ കൂടുതൽ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. മോർ ഓവർ ദ ട്രാഫിക് ഹിയർ ഈസ് ഫാസ്റ്റർ ദാൻ എ നാരോ റോഡ്. അതായത് ഇവിടെ ട്രാഫിക് കൂടുതലായിരിക്കും. നാരോ റോഡിൽ എന്തായിരിക്കും, ട്രാഫിക് ഈസ് ലൈക്ലി ടു ബി കൺജസ്റ്റഡ്. വി ക്യാൻ സേ ദാറ്റ് ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ബിഗ്ഗർ റോഡ് ഈസ് ഹയർ ദാൻ നാരോ റോഡ്. അതായത് ഇവിടെ ബാൻഡ് വിഡ്ത്ത് ബിഗ്ഗർ റോഡിന് ഹയറും നാരോ റോഡിന് കുറഞ്ഞതുമായിരിക്കും. ബാൻഡ്വിഡ്ത്ത് ഡിസ്ക്രൈബ്സ് ദ മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഇൻ ഡിജിറ്റൽ സിസ്റ്റംസ് ബാൻഡ്വിഡ്ത്ത് ഈസ് മെഷേർഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്. ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് ബാൻഡ്വിഡ്ത്ത് അളക്കുന്നത്. ഓക്കെ, ഇഫ് ദ ബാൻഡ്വിഡ്ത്ത് ഈസ് മോർ the data travels faster and hence large amounts of data can be transferred within a particular time span across the network. അതായത് ബാൻഡ്വിഡ്ത്ത് കൂടിയാൽ അവിടെ ഡാറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ via cable modem may provide 25 Mbps of bandwidth. Noise is unwanted electrical or electromagnetic energy that lowers the quality of the digital data signal. അതായത് ഡാറ്റ സിഗ്നലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് നോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഫ്രം നിയർ ബൈ റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ഇതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് വഴി, മോട്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് കേബിൾസ് വഴിയാണ്. ദ ട്രാൻസ്ഫർ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡിംഗ് ടെക്സ്റ്റ്, പ്രോഗ്രാംസ്, ഇമേജസ് ആൻഡ് ഓഡിയോ ഓവർ എ നെറ്റ്വർക്ക് ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ നോയ്സ്. അതായത് ഈ നോയ്സ് വഴി നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റോ പ്രോഗ്രാമോ ഇമേജസോ ഓഡിയോയോ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ, അതിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. നോഡ്, any device, computer, scanner, printer which is directly connected to a computer network is called a node. അതായത് ആ ഒരു നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തൊരു ഡിവൈസിനെ നോഡ് എന്നാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറോ പ്രിൻ്ററോ സ്കാനറോ എന്തെങ്കിലും ഒന്നാവാം. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ് ലിങ്ക്ഡ് ടു ദ നെറ്റ്വർക്ക് ഇൻ ദ സ്കൂൾ ആർ നോഡ്സ്. അതായത് സ്കൂളിൽ
നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് നോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വെൻ വി കണക്ട് ദ ഇൻ്റർനെറ്റ് ടു അവർ കമ്പ്യൂട്ടർ ബിക്കംസ് എ നോഡ് ഓഫ് ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു നോഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ വേരിയസ് വേയ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ റിസോഴ്സസ്. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് പലതരം വേസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ത്രൂ എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ. അതായത് ഒരു മീഡിയം ഓഫ് ട്രാൻസ്മിഷനിലൂടെ രണ്ട് ഡിവൈസസ് തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ച് ആണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ അല്ലെങ്കിൽ റിസീവർ, രണ്ട് ഇതും സെൻറ്ററും റിസീവർ ആവുന്നുണ്ട്. ഒരു മീഡിയം വേണം. ഓക്കെ, മെസ്സേജ് ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. മേജർ ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, പിക്ചർ, ഓഡിയോ, വീഡിയോ എക്സെട്ര. അതായത് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഇൻഫർമേഷനാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അത് ടെക്സ്റ്റ് ആവാം, പിക്ചർ ആവാം, ഓഡിയോ ആവാം, വീഡിയോ ആവാം. സെൻഡർ, ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജ് ഈസ് കോൾഡ് ദ സെൻഡർ. സോഴ്സ് ഓർ ട്രാൻസ്മിറ്റർ. സെൻഡറിനെ പറയുന്ന മറ്റു പേരാണ് സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ. റിസീവർ, ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് that receives the message is called receiver. Medium, it is the physical path through which a message travels from the sender to receiver. It refers the way in which nodes are connected. അതായത് ഈ നോഡ്സ് കണക്ട് ചെയ്തിട്ടുള്ള അതിനെയാണ്, ആ ഒരു വേയിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ, ദ റൂൾസ് അണ്ടർ വിച്ച് മെസ്സേജ് ട്രാൻസ്മിഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഇസ് കോൾഡ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്താണ്? അതായത് ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദർ ഇസ് എ മീഡിയം ത്രൂ വിച്ച് ഡാറ്റ ട്രാവൽ ഫ്രം വൺ ഡിവൈസ് ടു അനദർ. അതായത് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു മീഡിയം ആവശ്യമാണ്. ഓക്കെ, the medium for data transmission over a computer network is called communication channel അല്ലെങ്കിൽ communication medium. Communication channel അല്ലെങ്കിൽ communication medium എന്നറിയപ്പെടുന്നുണ്ട്. The communication medium between computers in a network are of two types ആണ്, guided and unguided. In guided or wired medium, physical wires or cables are used, and in unguided wire or wireless medium, radio waves, microwaves or infrared signals are used for data transmission. അതായത് ഇവിടെ ഗൈഡഡും ഉണ്ട് അൺഗൈഡഡും ഉണ്ട്. ഗൈഡഡ് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് വയേർഡ് മീഡിയം. ഫിസിക്കൽ വയേഴ്സ്, കേബിൾസ് ഇതൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, അതായത് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അൺഗൈഡഡ് അല്ലെങ്കിൽ വയർലെസ് മീഡിയത്തിൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സിഗ്നൽസ് ആണ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഗൈഡഡ് മീഡിയം, വയേർഡ്, എ കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ, എതർനെറ്റ് കേബിൾ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾസ് യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അതായത് ഇവിടെ ഗൈഡഡ് മീഡിയം, വയേർഡിൽ കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ, എതർനെറ്റ് കേബിൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേബിൾ ഉപയോഗിക്കുന്നത്. ഇനി ട്വിസ്റ്റഡ് പെയർ കേബിൾ, എതർനെറ്റ് കേബിൾ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മീഡിയ ഇൻ സ്മോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ചെറിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ എതർനെറ്റ് കേബിൾ. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് 4 twisted pairs which are enclosed in an outer shield. ഒരു ഔട്ടർ ഷീൽഡിൽ 4 twisted pairs എന്ത് ചെയ്തിട്ടുണ്ടാവും, എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ദീസ് പെയേഴ്സ് ആർ കളർ കോഡഡ് ആയിട്ടുള്ള പെയേഴ്സ് ആയിരിക്കും. ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആർ ഓഫ് 2 types, 2 ടൈപ്പാണ്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ UTP കേബിൾസ്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ STP കേബിൾസ്. ഓക്കെ, unshielded twisted pair cables, as its name suggests, the individual pairs in UTP cables are not shielded. അതായത് ഷീൽഡ് ചെയ്തിട്ടുണ്ടാവില്ല UTP കേബിളിൽ. ഓക്കെ, characteristics of UTP cable. Low cost cable available for setting up small networksന് വേണ്ടിയിട്ട് suitable ആയിട്ടുള്ളതാണ്. Thin and flexible cable, ease of installation, carries data up to length of 100
മീറ്റർ അറ്റ് എ സ്ട്രെച്ച്. ഒരു സ്ട്രെച്ചിൽ 100 മീറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയേഴ്സ്. It is the same cable as UTP but with each പെയർ ഷീൽഡഡ് ഇൻഡിവിജ്വലി. അതായത് ഓരോ പെയറിലും ഇൻഡിവിജ്വലായിട്ട് ഷീൽഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഔട്ടർ ഷീൽഡ് ദെൻ കവേഴ്സ് ഓൾ പെയേഴ്സ് ലൈക്ക് ഇൻ UTP. അതായത് ഇതിൽ 4 പെയേഴ്സും ഇതായിരിക്കും, ഷീൽഡഡ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് കൂടി ഉണ്ടാവും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് STP കേബിൾ. ഷീൽഡിങ് STP ഓഫേഴ്സ് ബെറ്റർ ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് നോയ്സ്. നോയ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ UTP കേബിൾ. UTP കേബിളിനേക്കാളും എക്സ്പെൻസീവ് ആണ്. കമ്പയർഡ് ടു UTP കേബിൾ, STP കേബിൾ ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ. അതായത് UTP കേബിളിനെ കമ്പയർ ചെയ്തിട്ട് STP കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആൻഡ് RJ45 കണക്ടർ ഈസ് യൂസ് ടു കണക്ട് UTP or STP twisted pair cable to computer. Okay. Coaxial cable. A coaxial cable consists of an inner conductor surrounded by a tabular insulation layer, which is further covered by a tabular conducting shield, and it has an outer insulation to protect the cable too. Okay, ഇതാണ് വരുന്നത്. കോപ്പർ വയർ, ഇൻസുലേഷൻ, കോപ്പർ മെഷ്, ഔട്ട്സൈഡ് ഇൻസുലേഷൻ. ഇതാണ് കോയാക്സിയൽ കേബിൾ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരീസ് ഡാറ്റ ലോങ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 180 മീറ്റർ മുതൽ 500 മീറ്റർ അറ്റ് സ്ട്രെച്ച്. ഹൈ ബാൻഡ് വിഡ്ത്താണ്. ലെസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഡ്യൂ ടു ഔട്ടർ ഷീൽഡ്. തിക്കർ ദാൻ ട്വിസ്റ്റഡ് പെയർ. ലെസ് ഫ്ലെക്സിബിൾ ദാൻ ട്വിസ്റ്റഡ് പെയർ. അതായത് ട്വിസ്റ്റഡ് പെയറിനേക്കാളും ഫ്ലെക്സിബിൾ കുറഞ്ഞതാണ്. ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് ദെൻ ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതായത് ഈ ട്വിസ്റ്റഡ് പെയർ കേബിളിനേക്കാളും ഡിഫിക്കൽട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ലോങ് തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ത്രൂ വിച്ച് ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് ലൈറ്റ് സിഗ്നൽസ്. അതായത് ഇവിടെ ലൈറ്റ് സിഗ്നൽ ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡാറ്റ ട്രാവൽസ് ആസ് ഫാസ്റ്റ് ആസ് ലൈറ്റ് ആൻഡ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ഫാർ ഓഫ് ഡിസ്റ്റൻസിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉള്ളിലുള്ള പാർട്സ് ആണ് ഇവിടെ പറയുന്നത്. കോറ്, ക്ലാഡിംഗ്, കോട്ടിംഗ്. ക്ലാഡിംഗ്, കോട്ടിംഗ്. ഓക്കെ, ഇവിടെ പിക്ചറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കോർ, ദ തിൻ ഗ്ലാസ് റോഡ് അറ്റ് ദ സെൻറ്റർ ത്രൂ വിച്ച് ലൈറ്റ് ട്രാവൽസ്. അതായത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന, ഇവിടെ സിഗ്നൽസ് എന്താക്കിയിട്ടാണ്, ലൈറ്റായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഗ്ലാസ് റോഡാണ്, സെൻറ്ററിലുള്ള ഗ്ലാസ് റോഡാണ്. പിന്നെ ക്ലാഡിംഗ്, അത് ഔട്ടർ ഒപ്റ്റിക്കൽ മെറ്റീരിയൽ സറൗണ്ടിങ് കോർ ദാറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് ബാക്ക് ടു ദ കോർ. അതായത് കോറിൻ്റെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഷീൽഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിംഗ് ആണ്. അടുത്തത് കോട്ടിംഗ് ആണ്, പ്ലാസ്റ്റിക് കോട്ടിംഗ് ദാറ്റ് പ്രൊട്ടക്ട്സ് കേബിൾ ഫ്രം ഡാമേജ് ആൻഡ് മോയ്സ്ചറിൽ നിന്നും ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കോട്ടിങ്ങും ഉണ്ട്. These optical fibers are arranged in bundles of hundreds and thousands and are protected by outer covering of the cable called jacket. Jacket കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. At the source end, the optical transmitter converts electrical signal into optical signals modulation using semiconductor devices such as light emitting diodes or laser diodes. At the destination end, the optical receiver, consisting of a photo detector, converts light back to electric signal demodulation using photoelectric effect. The speed of transmission and the distance of signals are higher for laser diode than for LEDs. Okay. Characteristics of optical fiber cable. High bandwidth for voice, video and data applications. Carries data over a very long distance at a stretch. Not susceptible to electromagnetic fields as it uses light for data transmission. The most expensive and the most efficient communication media available for computer network. Installation and maintenance are difficult and complex. Any unguided mediums, wireless. Electromagnetic waves are used for wireless communication on computer networks. Frequencies of waves are measured in
hertz. Based on their frequencies, electromagnetic waves are categorized into various types. From this category, we can infer that only radio waves, microwaves, infrared rays are used for wireless communication. Okay. ഇവിടെ റേഡിയേഷൻ ടൈപ്പ് റേഡിയോ മൈക്രോവേവ് ഇൻഫ്രാറെഡ് വിസിബിൾ അൾട്രാവയലറ്റ് ഇതെന്താ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Radio waves have a frequency range from range of 3 hertz to 3 kilohertz to 3 gigahertz. Radio waves can be used for short and long distance communication. These waves are easy to generate and can penetrate through the walls of a building easily. അതായത് ഈ റേഡിയോ വേവ്സ് ഈസി ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ വാള് ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ റേഡിയോ വേവ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇതുകൊണ്ടാണ് റേഡിയോ വേവ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻഡോർ ഔട്ട്ഡോറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. കോഡ്ലെസ് ഫോൺസ്, AM and FM radio broadcast and mobile phones make use of radio wave transmission. The characteristics of radio wave transmission: waves are transmitted in all directions, therefore transmitting and receiving antennas need not be aligned face to face. അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡ് മീഡിയം. വയേർഡ് മീഡിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്. ഏകദേശം എല്ലാ ഒബ്ജക്റ്റിലൂടെയും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ ക്യാൻ ബി അഫക്റ്റഡ് ബൈ മോട്ടോഴ്സ് ഓർ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. മോട്ടോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അഫക്റ്റ് ചെയ്യാം. ലെസ് സെക്യൂർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് അത്രയ്ക്ക് സെക്യൂർ അല്ലാത്തൊരു ട്രാൻസ്മിഷനാണ്. പെർമിഷൻസ് ഫ്രം അതോറിറ്റീസ് കൺസേൺഡ് ആർ റിക്വയർഡ് ഫോർ ദ യൂസ് ഓഫ് റേഡിയോ വേവ് ട്രാൻസ്മിഷൻ. ഓക്കെ, ടെലിഫോൺ ലൈൻസ്, AM റേഡിയോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. Microwaves have a frequency range of 300 Hz, 0.3 GHz to 300 GHz. Microwaves travel in straight lines and cannot penetrate any solid object. അതായത് മൈക്രോവേവ്സ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക. അതുപോലെ തന്നെ ഒരു സോളിഡ് ഒബ്ജക്റ്റിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹൈ ടവേഴ്സ് ആർ ബിൽറ്റ്. ഹൈ ടവേഴ്സാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് antennas are fixed on the top of long-distance microwave communication. As these waves travel in straight lines, the antennas used for transmitting and receiving messages have to be aligned with each other. അതായത് ട്രാൻസ്മിഷനുള്ള ആൻറ്റിനയും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനുള്ള ആൻറ്റിനയും കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് അടുത്തടുത്ത് അല്ലെങ്കിൽ നേരെ വരണം. The distance between two microwave towers depends on many factors including frequency of waves being used and heights of towers. ഓക്കെ, അതെവിടെ നോക്കുക. ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ആൻറ്റിന എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസീവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലോസസ്റ്റ് പൊട്ടൻഷ്യൽ റിഫ്ലക്റ്റർ ടു ദ ലൈൻ ഓഫ് സൈറ്റ് പാത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോവേവ് transmission: relatively inexpensive than wired media, offers ease of communication over difficult terrain. Transmission is in straight lines, therefore transmitting and receiving antennas need to be properly aligned. Line of sight transmission. Infrared waves എന്താന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 300 GHz to 400 THz ആണ്. These waves are used for short range communication, approximately 5 meter. In variety of wireless communication, monitoring and controlling application. Home entertainment, remote control device, cordless mouse, and intrusion detectors are some of the devices that utilize infrared communication. Characteristics of infrared wave transmission എന്തൊക്കെയാണെന്ന് നോക്കാം. Line of sight transmission, hence information passed to one device is not leaked. Only two devices can communicate at a time. അതായത് ഒരു ടൈമിൽ 2 പേർക്ക് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ വേവ്സ് കനോട്ട് ക്രോസ് സോളിഡ് ഒബ്ജക്റ്റ് ക്രോസ് ചെയ്യില്ല. യു മേ സ്റ്റാൻഡ് ബിറ്റ്വീൻ റിമോട്ട് കൺട്രോൾ ആൻഡ് യുവർ ടെലിവിഷൻ സെറ്റ് ആൻഡ് ചെക്ക് വെദർ ദ റിമോട്ട് കൺട്രോൾ വർക്ക്സ്. ഓക്കെ, ദ ലോങ്ങർ ഡിസ്റ്റൻസ് ദ വീക്കർ പെർഫോമൻസ്. ലോങ്ങർ ഡിസ്റ്റൻസിന് വീക്കർ പെർഫോമൻസ് ആണ്.
ഇനി റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ട് വരുന്ന ടെക്നോളജീസ്. ബ്ലൂടൂത്ത് ടെക്നോളജി യൂസസ് റേഡിയോ വേവ്സ് ഇൻ ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 2.402 GHz to 2.480 GHz. This technology used for short communication, 10 meters ആണ് approximately, in a variety of devices for wireless communication. Cell phones, laptops, mouse, keyboard, tablets, headsets, cameras, etc. are some of the devices that utilize Bluetooth communication. Okay. Any characteristics of Bluetooth transmission? A line of sight between communication devices is not required. Bluetooth can connect up to 8 devices simultaneously. സൈമിൾട്ടേനിയസ് ആയിട്ട് 8 ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് സ്ലോ ആണ്. ഒരു MB/s ആണ്. Wi-Fi network makes use of radio waves to transmit information across network like cell phones, televisions, radios. The radio waves used in Wi-Fi ranges from frequency of 2.4 GHz to 5 GHz. Communication across a wireless network is two-way radio communication. The wireless adapter in a computer translates data into radio signal and transmit using an antenna. Wireless router receives the signal and decodes it. Once decoded, the data will be sent to the internet or network through a wired Ethernet or wireless connection. Similarly, data received from the internet network will also pass through router and coded into radio signals that will be received by the wireless adapter in a computer എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Line of sight between communication devices is not required. Data transmission speed up to 54 MB/s. Wi-Fi can connect more number of devices simultaneously. Used for communication up to 375 feet, 114 meter ആണ്. WiMAX, worldwide interoperability for microwave access, combines benefits of broadband and wireless. WiMAX has a frequency range of 2 GHz to 11 GHz. WiMAX can provide high-speed wireless internet across over a very long distance. WiMAX equipment, അതായത് ഒരു ഹോൾ സിറ്റിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. WiMAX equipment exist in two basic forms: base station installed by service providers to deploy technology in a covered area, and receives installed by clients. Okay. Characteristics നോക്കാം. Hundreds of users can connect to a single station. Provides higher speed connection up to 70 MB/s over an area of 45 kilometers. Line of sight between communication devices is not required. Weather conditions like rain, storm, etc. could interrupt the signal. Very high power consumption, high costs of installation and operation.